വിശുദ്ധ മത്തായി സുവിശേഷം അധ്യായം 7. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് അരുൾ ചെയ്തു, വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. നീ സഹോദരൻ്റെ കണ്ണിലെ കരട് കാണുകയും നിന്റെ കണ്ണിലെ തടിക്കഷ്ണം ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? അഥവാ നിന്റെ കണ്ണിൽ തടിക്കഷ്ണം ഇരിക്കെ സഹോദരനോട്, ഞാൻ നിന്റെ കണ്ണിൽ നിന്ന് കരട് എടുത്തു കളയട്ടെ എന്ന് എങ്ങനെ പറയും? കപടനാട്യക്കാരാ, ആദ്യം സ്വന്തം കണ്ണിൽ നിന്ന് തടിക്കഷ്ണം എടുത്തു മാറ്റുക. അപ്പോൾ സഹോദരൻ്റെ കണ്ണിലെ കരട് കാണാൻ തക്കവിധം നിനക്ക് കാഴ്ച തെളിഞ്ഞു കിട്ടും. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ക്രിസ്തു സന്ദേശത്തിൻ്റെ ആത്മീയത ധ്യാനിക്കാം. യേശു ജനക്കൂട്ടത്തോട് മലമുകളിൽ വച്ച് നൽകുന്ന സന്ദേശങ്ങൾ ഏറെ ശ്രദ്ധായകമാണ്. നാം വിധിക്കപ്പെടാതിരിക്കാൻ നാം മറ്റാരെയും വിധിക്കരുത് എന്ന് ക്രിസ്തു ഓർമ്മപ്പെടുത്തുന്നു. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ അവഗണിക്കുവാൻ യേശു പല പ്രാവശ്യം നമ്മെ പഠിപ്പിച്ചു. കാരണമുണ്ട്, സ്വർഗത്തിലെ ദൈവം നമ്മുടെ തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും അനുസൃതമായി നമ്മെ ശിക്ഷിക്കുകയോ നമ്മെ മുറിപ്പെടുത്തുകയോ പ്രതികാരം ചെയ്യുകയോ ചെയ്യുന്നില്ല. അവിടുന്ന് നിരൂപാധികം നമ്മോട് കരുണ കാണിക്കുന്നത് പോലെ നാം നമ്മുടെ സഹോദരങ്ങളോട് കരുണ കാണിക്കുവാൻ കടപ്പെട്ടവരാണ്. നാം മറ്റുള്ളവരെ വിധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നാം നമ്മെ തന്നെയാണ് വിധിക്കുന്നത്. നമുക്ക് ആരെയും വിധിക്കുവാൻ അധികാരമില്ല. വിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നുവെന്ന് ക്രിസ്തു തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. നമുക്ക് ആരെയും അവരുടെ സാഹചര്യങ്ങളെ തിരിച്ചറിയുവാനോ എന്തുകൊണ്ടാണ് അവർ ഇപ്രകാരം പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കുവാനോ ഉള്ള യഥാർത്ഥ ബോധ്യം നമുക്കില്ല. അതുകൊണ്ടുകൂടിയാണ് ക്രിസ്തു നീ വിധിക്കരുത് എന്ന് പറയുക. നാം വിധിക്കുന്ന പലപ്പോഴും ബാഹ്യമായത് കണ്ടതുകൊണ്ടാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അവൻ ആന്തരികവും ആത്മീയമായി എപ്രകാരമെന്ന് നമുക്കറിയായികയാൽ നാം ആരെയും വിധിക്കരുത്. നാം മറ്റുള്ളവരെ വിധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നാം മറ്റുള്ളവരെക്കാൾ മെച്ചപ്പെട്ടവരും നല്ലവരുമാകുന്നു എന്ന ചിന്തയും ബോധ്യവും അഹങ്കാരവും നമുക്കുണ്ടാകുന്നു. അതൊരിക്കലും നമ്മളിൽ ഉളവാകുവാൻ പാടില്ല. നാം എന്തിൻ്റെ പേരിലാണ് അഹങ്കരിക്കുക? അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, നിൽക്കുന്നു എന്ന് കരുതുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. ഇത്ര ബലമേ ഈ ഭൂമിയിൽ നമുക്കുള്ളൂ. ഇന്ന് എത്ര തന്നെ ബലങ്ങൾ ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന നീയും ഞാനും അടുത്ത നിമിഷം വീണു പോകുവാൻ സാധ്യതയേറെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിൽ നമ്മൾ ലാളിത്യത്തോടു കൂടി ജീവിക്കുകയും മറ്റുള്ളവരുടെ കുറവുകൾ അവഗണിക്കുകയും വേണം. അപ്പോഴാണ് സ്വർഗം നമ്മോട് കരുണ കാണിക്കുക. ആരെക്കുറിച്ചെങ്കിലും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ കേൾക്കുകയോ അറിയുകയോ ചെയ്താൽ അത് എന്താണ് എന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ സമൂഹമധ്യേ നമ്മൾ പ്രഘോഷിക്കുമ്പോൾ മറ്റുള്ളവരോട് അതിനെക്കുറിച്ച് സംസാരിക്കുകയും ആ വ്യക്തിയെ നിഷേധിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ മേൽ കോപത്തോടു കൂടി നോക്കുന്നുണ്ട്. അവൻ ക്രോധത്തോടു കൂടി നമ്മുടെ ജീവിതത്തിൽ ഇടപെടുകയും ചെയ്യും. നാം വിധിക്കപ്പെടാതിരിക്കണമെങ്കിൽ നാമും മറ്റുള്ളവരെ വിധിക്കരുത് എന്ന് ക്രിസ്തു ആവർത്തിക്കുന്നു. നമ്മുടെ സ്വന്തം കുറ്റവും കുറവും പരിഹരിക്കാതെ നമുക്കൊരിക്കലും മറ്റുള്ളവരുടെ കുറവുകൾ തിരുത്താനാകില്ല. കണ്ണിൽ തടിക്കഷ്ണം വെച്ചിട്ട് അവരുടെ കണ്ണിലെ കരടെടുക്കുവാൻ പരിശ്രമിക്കുന്ന കാപഠ്യമുള്ള മനുഷ്യരായി നാം രൂപാന്തരപ്പെട്ടുകൂടാ. നമ്മുടെ ബലക്കുറവുകളെക്കുറിച്ച് നമുക്ക് ശരിയായി ബോധ്യമുണ്ടാകണം. നാം ബലഹീനരാണ് എന്ന് ഏറ്റുപറയുവാനും ആ ബലഹീനതയിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ച് ജീവിക്കുവാനും നമ്മളെപ്പോഴും പരിശ്രമിക്കുക തന്നെ വേണം. നമ്മുടെ ബലക്കുറവുകൾ മറ്റാരും കണ്ടെത്തിയില്ല എന്ന് കരുതി നാം ഒരിക്കലും നീതിമാന്മാരാകുന്നില്ല. കാരണം ദൈവത്തിന് നാം യഥാർത്ഥത്തിൽ ആരാണ് എന്ന് വ്യക്തമായി അറിയാം. ആകയാൽ പ്രിയ ദൈവമക്കളെ, നമുക്ക് കുറച്ചുകൂടി ശ്രദ്ധയോടെ സഹോദര സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് ജീവിക്കാം. മറ്റുള്ളവരുടെ കുറവുകളെ പരിഗണിക്കാതെ അവരെ ചേർത്ത് പിടിക്കുവാനും മനസ്സിലാക്കുവാനും പരിശ്രമിക്കാം. അങ്ങനെ ദൈവത്തിൻ്റെ കാരുണ്യത്തിന് നമ്മൾ അർഹരായി തീരട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.